എറണാകുളം ഒരു വ്യവസായ മേഖലയാണ്. IT രംഗത്ത് ധാരാളം ഓഫറുകളാണ്. ഈ IT മേഖലയിലുള്ളവർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യം കുറയുന്നു, ഒരു അരാഷ്ട്രീയവാദം കേരളത്തിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, നമ്മൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പുതിയ തലമുറയുടെ അഭിരുചികൾക്കനുസരിച്ച് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും യുവജന സംഘടനകളാണെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്കാണെങ്കിലും മാറാൻ സാധിക്കും. അവരുമായിട്ടൊരു ഗ്യാപ്പ് പാടില്ല. ഇപ്പോൾ പുതിയ ടെക്നോളജി ആണെങ്കിലും അവർ ചെല്ലുന്ന മേഖലകളിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്കും പാർട്ടികൾക്കും കടന്നു ചെല്ലാൻ സാധിക്കണം. നമ്മുടെ ദൈനംദിനമുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും വാർത്തകളും മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നവരായിരിക്കില്ല ചിലപ്പോൾ അവരെല്ലാവരും. അവരുടെ തലം വേറെ ആയിരിക്കും. ചിലപ്പോൾ അവർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെയും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആധുനിക മേഖലകളിലായിരിക്കും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം കൃത്യമായ മെസ്സേജ് എത്തിക്കാൻ ഒരുപാട് കഴിവുകളുള്ള, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് അവരെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻസ് അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും. പക്ഷേ അവരായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവരെ ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരു കൃത്യമായ ഇലക്ഷൻ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. എല്ലാ മണിക്കൂറുകളിലും ഞാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളും ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളുടെ ഫോട്ടോ സഹിതം അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും ആ ഇലക്ഷൻ വെബ്സൈറ്റ് മാറി എൻ്റെ hybeden.in എന്നുള്ള വെബ്സൈറ്റ് അത് ഇന്നും അപ്ഡേറ്റ്, ഞാൻ ചെല്ലുന്ന പരിപാടികളും എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ്. അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എല്ലാം വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. എൻ്റെ സുഹൃത്തുക്കളും കൂടെ പഠിച്ചവരും എല്ലാവരും വളരെ സജീവമായിട്ട് അതിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള സന്ദേശവും എൻ്റെ വികസന കാഴ്ചപ്പാടും എല്ലാം വിവരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി പുതിയ തലമുറ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളവും പശ്ചിമ ബംഗാളും പോലുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ള 2 സ്റ്റേറ്റ്സിൽ പോലും ഇന്ന് ക്യാമ്പസുകളിൽ ഐഡിയോളജിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനകളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ പുതിയ തലമുറ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന്, അതാണല്ലോ നമ്മുടെ ബേസ് റൂട്ട്. അവിടെ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമ്മൾക്ക് മാറാൻ കഴിയണം. അത് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ കാലഘട്ടത്തിന് അനുസൃതമായി മാറാൻ രാഷ്ട്രീയ സംഘടനകൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് അവരുടെ പരാജയമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ വോട്ടിംഗ് ശതമാനമായാലും വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കും, അവർ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കും. ഇപ്പം പുതിയ തലമുറയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, NSUവിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പുതിയ തലമുറയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്? എനിക്ക് തോന്നുന്നത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യ പ്രതിബദ്ധത കുറഞ്ഞു വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാലഘട്ടം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ, അവരവരുടെ തൊഴിൽ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ പറഞ്ഞ പോലെ IT രംഗമാണെങ്കിൽ കൂടുതൽ അവർക്ക് ഉള്ള ഒരു ടൈം ലിമിറ്റേഷൻസ്, രാവിലെ പോയാൽ രാത്രി വരെ ജോലി ചെയ്യുന്ന, വീക്കെൻഡ്സിൽ മാത്രം അവധി എടുക്കാൻ സാധിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും മുതിർന്നവരും പ്രവർത്തിക്കുന്ന ഒരു മേഖല. അവിടെയെല്ലാം അവർക്ക് ആശയവിനിമയം നടത്തുന്ന സ്ഥലങ്ങൾ വേറെയാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ തേടി നമ്മൾ പോവുക എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് പുതിയ തലമുറയ്ക്കുണ്ടാകുന്ന സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും അതിൽ ഒരു വ്യത്യാസം വരാൻ പാടില്ല. നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു തലമുറയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളുടെ സംഘടനകൾക്കും രാഷ്ട്രീയ ഭേദമന്യ സംഘടനകൾക്കും കഴിയണം.